നമുക്ക് വേണ്ട കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞ് പുറപ്പെടുന്ന സമയത്ത് രാമൻ്റെ സമീപത്ത് വന്ന സമയത്ത് ഈ ഹനുമാൻ ഉണ്ടല്ലോ കൂടെ, ഹനുമാനും രാമനും ലക്ഷ്മണനും എല്ലാവരും കൂടി സുഗ്രീവനൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് എന്താണ്ടായി ചോദിച്ചാൽ രാമൻ സുഗ്രീവനെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞു. പരിശുജ്യ കെട്ടിപ്പിടിക്കലൊക്കെ വെച്ചാൽ ബന്ധം അപകടമായില്ല. ഹനുമാൻ ഉണ്ടായതുകൊണ്ട് അത് അപകടമാവാതെ നന്നായി പരിപാലിച്ചു. പക്ഷേ രാമൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുകയും ചെയ്തു. എന്താ പറഞ്ഞു ചോദിച്ചാലേ, നോക്കൂ, നമ്മൾ ധർമ്മമർത്ഥം ച കാമം ച കാലേ യസ്തു നിഷേവതെ. ധർമ്മത്തിനെയും അർത്ഥത്തിനെയും കാമത്തിനെയും ഒക്കെ നേരും തരം നോക്കിയിട്ട് സേവിച്ചു കൊണ്ട് നടക്കാച്ചാൽ നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല ഈ ധർമ്മം എത്രയ്ക്ക് വേണം, അർത്ഥം എത്രയ്ക്ക് വേണം, കാമം എത്രയ്ക്ക് വേണം എന്നൊക്കെ നോക്കിയിട്ട് ഓരോന്നിൻ്റെ അളവ് നോക്കിയിട്ട് എടുത്തും കൊണ്ടും നടക്കാച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ കണ്ട് എന്തുണ്ടാവും, ധർമ്മത്തിനെ കളഞ്ഞ് ധർമ്മത്തിനെയും അർത്ഥത്തിനെയും കളഞ്ഞിട്ട് കാമത്തിൽ മാത്രം മുഴുകി നടക്കണോൻ്റെ ഒരു കാര്യം എന്താണെന്നറിയോ, അവൻ മരത്തിൻ്റെ മുകളിലിരുന്ന് ഉറങ്ങി നിലത്ത് വീണ് ഉണരണോൻ്റെ മാതിരിയാണ് എന്നും പറഞ്ഞു. മനസ്സിലായില്ലേ ഉപമ അല്ലേ? എന്താ ഹിത്വാ ധർമ്മം തഥാചാർത്ഥം കാമം യസ്തു നിഷേവത്തെ. ധർമ്മത്തിനെയും അർത്ഥത്തിനെയും കളഞ്ഞ് കാമത്തിനെ മാത്രം ആരാണോ സേവിക്കണത്, സഹ് അവൻ വൃക്ഷാഗ്രേ യഥാ സുപ്പത, മരത്തിൻ്റെ കൊമ്പത്ത് ഉയരത്ത് കയറിയിരുന്ന് ഉറങ്ങിയിട്ട് പതിത പ്രതിബുദ്ധ്യതേ, വീണിട്ട് ഉണരണോൻ്റെ മാതിരിയാണെന്നും പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് ഉറങ്ങിപ്പോയി, നിലത്തേക്ക് വീണു, ഉണർന്നു. വല്ലാത്തൊരു ഉണർവാത്. ഏത് മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് ഉറങ്ങിയിട്ട് തലകുത്തനെ താഴേക്ക് വീണാൽ എങ്ങനെ ഉണരും? ആ ഉണർവ് കൊണ്ട് വലിയ കാര്യമില്ല. എന്താ കാരണം? കയ്യോ കാലോ തലയോ ഒടിഞ്ഞ് ചാവാറായിട്ടുണ്ടാവും, ചത്തിട്ടുണ്ടാവും ചിലപ്പോൾ. ശരിയല്ലേ ഇത്? പക്ഷേ അതുപോലെയാണ്. എന്താ വെച്ചിട്ടുണ്ടോ, നമ്മൾ ഈ തലമറന്ന എണ്ണ തേക്കുക പറയില്ലേ, ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ ആലസ്യത്തിലിരുന്ന് ഒടുക്കം ആപത്തുണ്ടായിട്ട് അയ്യോ കഷ്ടമായി പോയി എന്ന് വിചാരിക്കണവൻ്റെ കാര്യം വലിയ നല്ല കാര്യമൊന്നുമല്ല എന്ന്. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ കുറേ കാലം കഴിഞ്ഞിട്ട് ഈ കഷ്ടമായി വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാവില്ലേ, ആ തോന്നലാറിൻ്റെ ബുദ്ധിക്കാണ് ഇപ്പോൾ ഈ മരത്തിൻ്റെ കൊമ്പത്തിരുന്ന് ഉറങ്ങി നിലത്ത് വീണോ ഉണർന്ന കഷ്ടത്തിലാവണോൻ്റെ കാര്യം പറഞ്ഞത്. രാമൻ പറയുകയും ചെയ്തു ഇങ്ങനെയൊക്കെയാണ്. അപ്പം സുഗ്രീവൻ പറഞ്ഞു, ഇല്ല, എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ വേണ്ടത് ഞാൻ ചെയ്യും, ആയിക്കോട്ടെ, തീരുമാനമായി, സന്തോഷമായി. അങ്ങനെ അവിടെ നിന്ന് തന്നെ സുഗ്രീവൻ കൽപ്പന കൊടുത്തു. നാട് മുഴുവൻ നടന്ന് വാനരന്മാരെ വരുത്തണം. നല്ല ദിക്കിലും വാനരന്മാരുണ്ടല്ലോ, എല്ലാവരെയും വരുത്തും. അങ്ങനെ വാനരന്മാരെ വരുത്താനായിട്ട് എല്ലാവരെയും വരുത്തി, ധാരാളം പേരെ വരുത്തി. എത്ര നാട്ടിൽ നിന്നൊക്കെയാണ് വന്നത് വാനരന്മാർ, ആളയച്ച് വരുത്തിയതാണ്. എല്ലാ ദേശത്തു നിന്നും കുരങ്ങന്മാർ സുഗ്രീവൻ്റെ കിഷ്കിന്ധയിൽ വന്ന് മീറ്റിങ്ങിന് വന്നതാണ്. അങ്ങനെ ഉണ്ടായി ജനറൽ ബോഡി എല്ലാവരും വന്ന് കൂടിയ സമയത്ത് ഗംഭീര മീറ്റിങ്ങാണ്. അപ്പോഴാണ് എന്താ ഉണ്ടായത്, എല്ലാവരോടും പറഞ്ഞു സീതാദേവി എവിടേക്കാണ് പോയത് നമുക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി അന്വേഷിക്കണം. അന്വേഷിക്കാൻ പോണവരുടെ കൂട്ടത്തിൽ വിനതൻ എന്ന് പറഞ്ഞൊരു വാനരനെ വിളിച്ചിട്ട് പറഞ്ഞു, വിനതനും ഒരു വലിയ സംഘം എവിടേക്ക് പോകണം, കിഴക്കേ ഭാഗത്തേക്ക് പോകണം. കിഴക്കേ ദിക്കിലേക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോയോ സീത കൊണ്ടുപോയോ എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ കിഴക്കേ ഭാഗം അന്വേഷിക്കാൻ എന്ത് ചെയ്യണം, പോയിക്കോളൂ എന്നും പറഞ്ഞു വിനതനെ എവിടേക്ക് പറഞ്ഞയച്ചു. ഏവ മുക്തസ്തു സുഗ്രീവോ വിനതം നാമ യൂഥപ്പം. വിനതനെ ഗ്രൂപ്പ് ലീഡറായിട്ട് കണക്കാക്കിയിട്ട് എവിടേക്ക് വിട്ടു, കിഴക്കോട്ട് വിട്ടു. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ കിഴക്കേ ദിക്കിലേക്ക്, കിഴക്ക് ഭാഗം എവിടെയെങ്കിലും നീ സീതയുണ്ടോ, നീ സീതയെ കൊണ്ടുപോയിട്ടുണ്ടോ എന്താണെന്നൊന്നും അറിയാത്തതുകൊണ്ടൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനും ആ ഭാഗത്ത് വെച്ച് എന്തെങ്കിലും ഉണ്ടായാൽ കാണാനും മനസ്സിലാക്കാനായിട്ടാണ് അങ്ങോട്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അങ്ങനെ പോയി ഇങ്ങോട്ട് പോകണം, അവിടുന്ന് അപ്പുറത്തേക്ക് പോകണം, അതിൻ്റെ ഇപ്പുറത്തേക്ക് കൂടി പോയി ഇപ്പുറത്തേക്ക് കടന്നാൽ അവിടെ പിന്നെ ഒരു പുഴയുണ്ട്, പുഴ കടന്ന് അപ്പുറത്ത് കാടാണ്, കാടിൻ്റെ അപ്പുറത്ത് ഇങ്ങോട്ട് കാണാൻ വലിയൊരു പർവ്വതം കാണാം, പർവ്വതത്തിൻ്റെ മുകളിൽ കൂടി അപ്പുറത്തേക്ക് കടന്നാൽ എന്താ ഉണ്ടാവും, സമുദ്രമാണ്, അങ്ങോട്ട് പോകണ്ട, നമുക്ക് പോകാൻ പറ്റില്ല എന്ന്. എന്ത് അവിടേക്ക് നമ്മുടെ ആൾക്കാർ പോവില്ല, അതുവരെ പോയാൽ മതി എന്നും പറഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടോ, ഭാസ്കരം അമര്യാദം എന്ന നോക്കൂ ജാനീമ, സൂര്യൻ ഇല്ലാത്ത നാടാണ്, അവിടെ നിന്ന് അങ്ങോട്ട് എന്താണെന്ന് നമുക്കറിയില്ല, അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞു. ആരെ പറഞ്ഞയച്ചു, ഈ പറഞ്ഞയച്ചു. പിന്നെ തെക്കൻ ദിക്കിലേക്ക്, തെക്ക് ഭാഗത്തേക്കാണ് എന്തുണ്ടായത്, ഹനുമാനെ പോലെയുള്ള കുറേ കേവന്മാരെയാണ് തെക്കോട്ട് അയച്ചത്. ഹനുമാൻ, നീലൻ, നളൻ, ഗവൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, വിവിധൻ, അങ്കദൻ, ജാമ്പവാൻ, ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക കുറച്ച് VIPs. എന്താ വെറും വാനരന്മാരല്ല, വാനരന്മാരുടെ കൂട്ടത്തിൽ കുറച്ചും കൂടി കേമന്മാർ കൂടിയവരൊക്കെ എവിടേക്ക് അയച്ചു, തെക്കോട്ട്. എന്താ കാരണം ചോദിച്ചാൽ തെക്കൻ ഭാഗത്തേക്കാണ് സംശയം കൂടുതൽ. എന്ത് സംശയം കൂടുതൽ, സീതയെ കൊണ്ടുപോയി തെക്ക് ഭാഗത്തേക്കാണെന്നൊരു സൂചന നമുക്ക് പണ്ട് പക്ഷിരാജൻ കൊടുത്തിട്ടുണ്ട്, ഗൃത്രൻ. പിന്നെ പല സൂചനകളും കിട്ടിയത് തെക്കോട്ടാണ് പോയതെന്നാണ്. അപ്പം അതുകൊണ്ട് ദക്ഷിണാം പ്രേഷയാമാസാൻ വാനരാൻ അഭിലക്ഷിതാൻ, ഈ വാനരന്മാരെയൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെയുണ്ടായി. ഇവരെല്ലാവരും പോന്നു. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് കൂട്ടത്തിൽ പ്രധാനികളായിരിക്കാണ് ജാമ്പവാൻ, അദ്ദേഹമാണ് സീനിയർ മോസ്റ്റ്. ആര്
കൂടിയ പ്രായം കൂടിയ ആൾ ജാമ്പവാൻ, പിന്നെ അങ്കദൻ, അത് ജൂനിയർ മോസ്റ്റ്, ഇളയവൻ, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നളൻ, നീലൻ, അല്ലേ, വിവിധൻ, മൈന്ദൻ എന്നൊക്കെ പറഞ്ഞ് ഗവൻ, ഗവയൻ, ഗവാക്ഷൻ എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. സുഗ്രീവൻ്റെ മന്ത്രി, പിന്നെ ഹനുമാനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവരൊക്കെ കൂടി തെക്കോട്ടയച്ചിട്ട് അവർക്ക് വഴി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇവിടുന്ന് നേരെ തെക്കോട്ട് പോകണം. തെക്കോട്ട് പോയി പല ദേശങ്ങളും കടന്നു പോയി എല്ലാ ദിക്കിലും അന്വേഷിക്കണം. പോന്ന് എവിടെ എത്തും? തഥൈവ ആന്ധ്രാംശ്ച പുണ്ട്രാംശ്ച. എന്ത്? തഥൈവാന്ധ്രാംശ്ച പുണ്ട്രാംശ്ച. നോക്കൂ, എവിടേക്കൊക്കെ പോകണമെന്നാ പറഞ്ഞത്? ചോളാൻ പാണ്ഡ്യാംശ്ച കേരളാൻ. എവിടേക്കാണ് പോകേണ്ടത്? തഥൈവ ആന്ധ്രാംശ്ച, ആന്ധ്രയിലൊക്കെ പോകണം. പുണ്ട്രാംശ്ച, പുണ്ട്രദേശത്തും തിരയണം. ചോളാൻ, ചോളദേശത്തും പോയി തിരയണം. പാണ്ഡ്യാംശ്ച, പാണ്ഡ്യദേശത്ത്. ഏത് ഈ പാണ്ഡ്യദേശം എന്നൊക്കെ പറഞ്ഞാൽ? പാണ്ഡ്യദേശം, പാണ്ഡ്യലോറി കേട്ടിട്ടില്ലേ? പാണ്ഡ്യലോറി അതേതാ ലോറി? കുമ്പളങ്ങയും മത്തങ്ങയും വെള്ളരിക്കൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഉച്ചയ്ക്ക് വളം ഓരോഴിച്ചുട്ടാണ്ടാക്കണേ കുമ്പളങ്ങ വേണ്ടേ? ഇത് എവിടുന്നാണ് വരുന്നത്? പാണ്ഡ്യലോറിയിൽ. പാണ്ഡ്യലോറി വെച്ചാൽ തമിഴ്നാട്, മനസ്സിലായി? തമിഴിൻ്റെ വണ്ടി. അപ്പം പാണ്ഡ്യാംശ്ച, പാണ്ഡ്യത്തിലും പോണം. പോരാ, കേരളാംശ്ച, എന്താണ്? കേരളത്തിലും ആന്ധ്രയിലും പുണ്ട്രത്തിലും. തഥൈവ ആന്ധ്രാംശ്ച, ഇല്ലേ? ആന്ധ്രയിലും കേരളം. അപ്പോൾ കേരളമൊക്കെ അന്നേ പരാമർശത്തിലുണ്ട്, മനസ്സിലായില്ലേ? കേരളത്തിലും പോയി അന്വേഷിക്കണം. അവിടുന്ന് വീണ്ടും അന്വേഷിച്ച് കുറേ തെക്കോട്ട് പോയാൽ തത്ര ദ്രക്ഷ്യഥ കാവേരീം വിഹൃതാം അപ്സരോഗണൈ. കാവേരി കാണാം. കാവേരി കർണാടകത്തിലാണ്. നമുക്ക് എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. കാവേരി നദിയും കണ്ട് അവിടുന്ന് നല്ല വലിയ വളരെ പുണ്യനദിയാണ് കാവേരി. കാവേരിയെ കണ്ട് വീണ്ടും നടക്കണം. അങ്ങനെ പോയാൽ പല ദേശങ്ങളും ചെന്നാൽ ആരെ കാണാം? അഗസ്ത്യരെ കാണാം. അഗസ്ത്യരെ ചെന്ന് കണ്ടാൽ കുറച്ചും കൂടി ഇങ്ങോട്ട് പോയാൽ കവാടം പാണ്ഡ്യാനാം ഗതാ ദ്രക്ഷ്യഥ വാനരാഹ. പാണ്ഡ്യനാട്ടിൽ ചെന്നാൽ പാണ്ഡ്യന്മാരുടെ ഗോപുരം എന്ന് കാണണേ. ആരോട് പറഞ്ഞു? സുഗ്രീവൻ എന്താല്ലേ നല്ല ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പറയണത്. എന്ത്? നേരെ പോയിട്ട് അവിടെ ചെന്ന് പാണ്ഡ്യന്മാരുടെ ഗോപുരം എന്നൊക്കെ പറയുന്നത് എന്താണാവോ? അല്ലേ അന്ന് പാണ്ഡ്യന്മാരുടെ രാജകൊട്ടാരത്തിൻ്റെ ഗോപുരമാണോ? ഇനി അല്ല നമ്മുടെ മീനാക്ഷി അമ്മയുടെ ഗോപുരമാണോ ആവോ? ഏത് മീനാക്ഷി അമ്മയുടെ? മീനാക്ഷി അമ്മ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? തെക്കേലെ മീനാക്ഷി അമ്മയല്ല, മധുര മീനാക്ഷി ഭഗവതി ഇല്ലേ, ലോകമാതാവ് പാർവതി. ആ ഭഗവതിയുടെ ഗോപുരമാണോ നിശ്ചയില്ല, അന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലേ? എന്തായാലും പാണ്ഡ്യന്മാരുടെ ഗോപുരമൊക്കെ കാണണം. കണ്ട് അങ്ങ് മുമ്പിക്ക് പോകണം. അങ്ങനെ കുറേ പോയാൽ വലിയ സമുദ്രത്തിൻ്റെ കരയിലെത്തും. ആ സമുദ്രത്തിൻ്റെ കരയിലെത്തിയാൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥ പിന്നെ നമുക്ക് പറയാൻ നിശ്ചയില്ല കേട്ടോ എന്നാര് പറഞ്ഞു കൊടുത്തു? സുഗ്രീവൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരെയും പറഞ്ഞയച്ചു. ഇവരെന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരും കൂടി എന്നിട്ട് അവരോട് പ്രത്യേകം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയൂ? 1 മാസം കഴിയണതിൻ്റെ മുമ്പ് വന്ന് വിവരം പറഞ്ഞോളണം. എന്താ കാരണം? സീത ഉണ്ടോ ഇല്ലേ, കണ്ടോ കണ്ടില്ലേ എന്നൊക്കെയുള്ള വിവരം 1 മാസമാണ് നിങ്ങൾക്ക് അവധി. എന്തിന്? ഇൻവെസ്റ്റിഗേഷൻ്റെ കാലം എത്രയാ? മരിക്കെന്ത് വരിക? നമ്മുടെ നാട്ടിൽ ഓരോ അന്വേഷണം അങ്ങനെയാണ്. മരിച്ചാലും അത് അന്വേഷിച്ചും കൊണ്ടിരിക്കുന്നു. അങ്ങനെ അന്വേഷിച്ചും കൊണ്ടിരിക്കും. എന്താ അന്വേഷിക്കണേ ആവോ? ശരിയല്ലേ? അതുപോലെ രാഷ്ട്രീയക്കാരുടെ അടുത്തേക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ ചോദിക്കും, അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? അത് ഞങ്ങൾ പഠിച്ചും കൊണ്ടിരിക്കുക. മറ്റന്നാൾ പരീക്ഷ, എന്ത് കോടതി വിധി പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതണമല്ലോ. അങ്ങനെ പറയുന്നുണ്ടല്ലേ? അതായത് പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ ഇവർ പഠിച്ചുകൊണ്ടേയിരിക്കും. പറയാനുണ്ടെങ്കിൽ പലന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ആജാതി കഥയല്ല. അപ്പം അതുകൊണ്ട് 1 മാസമാണ് അവർക്ക് അവധി കൊടുത്ത്. 1 മാസത്തിൻ്റെ ഉള്ളിൽ വന്ന് പറഞ്ഞോളണം, ഇല്ലെങ്കിൽ അവരുടെ വിവരം അറിയുമെന്നും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് പോന്നു. അത് പിന്നെ പടിഞ്ഞാട്ടുള്ളവരെയാണ് പറഞ്ഞയച്ചത്. പടിഞ്ഞാറൻ ഭാഗത്തേക്ക് പോയവരുടെ നാഥൻ സുഷേണൻ എന്ന് പറഞ്ഞ വാനരനാണ് നാഥൻ പടിഞ്ഞാട്ട്. സുഷേണനോടും പറഞ്ഞു, നിങ്ങൾ നേരെ ചെന്ന് പടിഞ്ഞാറ് ഭാഗത്ത് ചെന്ന് അവിടെയൊക്കെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി എല്ലാ ദിക്കിലും എന്നിട്ട് പറഞ്ഞു, കുറേ അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് കടക്കാൻ വയ്യാത്ത സ്ഥലമാണ്, അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞു. എത്ര സൂക്ഷ്മമായിട്ടാണ് വഴി പറഞ്ഞു കൊടുത്തത് പടിഞ്ഞാട്ടുള്ളവർക്ക്. പിന്നെ പറഞ്ഞത് തെക്കോട്ടുള്ളവർ, തെക്കും കഴിഞ്ഞു, പടിഞ്ഞാറും കഴിഞ്ഞു, കിഴക്കും കഴിഞ്ഞു. ഇനി പോണത് വടക്കാണ്. വടക്കോട്ട് പോയത് ആരാന്നറിയൂ? ശതബലി എന്ന പേരായൊരു വാനരനാണ് അങ്ങോട്ടുള്ള നേതാവ്. ശതബലി എന്ന ഗ്രൂപ്പ് ലീഡർ. എന്തിൻ്റെ? വടക്കോട്ട് പോയവരുടെ സ്ക്വാഡ് ലീഡർ ആരാണ്? ശതബലിയുടെ നേതൃത്വത്തിൽ വടക്കോട്ടും പറഞ്ഞയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ വടക്കോട്ട് പോയാൽ മ്ലേച്ഛദേശം, പുളിന്തദേശം, ശൂരസേനദേശം, പ്രസ്ഥദേശം, ഭരതരാജ്യം, കുരുരാജ്യം, മദ്രരാജ്യം, കാംഭോജം, യവനം, ശാഖപുരം. യവനം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയെന്നറിയോ? യവനം റോമാണ്. നമ്മുടെ റോമില്ലേ, ഇന്നത്തെ ഈജിപ്റ്റ് റോമ. അവിടെ ചീനം ചെയ്ത
അത് നമ്മുടെ ചൈനയാണ്. പിന്നെ പരമചീനം, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചൈന. പിന്നെ നീഹാരം, അബോധരഥം, ഈ ദിക്കിലൊക്കെ പോയി കുറേ അന്വേഷിക്കണം. അത് കഴിഞ്ഞ് ഹിമവാന്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഗതിയില്ല, അങ്ങോട്ട് പോകണ്ടെന്നും പറഞ്ഞു. ആരോട്? അങ്ങനെ 4 ദിക്കിലേക്കും ആളുകളെ പറഞ്ഞയച്ചു വാനരന്മാർ. ഈ വാനരന്മാരെല്ലാവരും സുഗ്രീവനെ നമസ്കരിച്ച് സീതയെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞ വഴി കൂടി, അതിൻ്റെ പോകേണ്ട വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ആ വഴി കൂടി പോവുകയും ചെയ്തു. ഇങ്ങനെ പോയിട്ട് അപ്പം എന്താണ്ടായിച്ചാൽ ഓരോരുത്തർ ഇങ്ങനെ അപ്പം ഇങ്ങനെ എല്ലാവരെയും പറഞ്ഞയക്കാനായിട്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തപ്പോൾ സുഗ്രീവനാണെങ്കിലോ എല്ലാ വഴികളും കൃത്യമായിട്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണ്ടേ. ഇത് വളരെ സൂക്ഷ്മമായിട്ട് വഴി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് രാമൻ ചോദിച്ചു, അല്ല സുഗ്രീവ, താൻ എങ്ങനെ ഇത് വഴിയൊക്കെ കണ്ടുപിടിച്ചത്? ഇത്ര നന്നായിട്ട് ഈ വഴി പറഞ്ഞു കൊടുക്കുന്നത് ഓരോരുത്തരൊക്കെ എങ്ങനെ ഈ വഴി കണ്ടുപിടിച്ചു? നിശ്ചയിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നല്ലോണം പരിചയപ്പെട്ടുള്ള വഴിയാണെങ്കിൽ ആ വഴി ചോദിക്കും. അപ്പം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എന്തുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണത്? നമുക്ക് അത്രയ്ക്കും പരിചയം ഉണ്ടാവുകൊണ്ടല്ലേ വഴി പറഞ്ഞു കൊടുക്കണേ. ഇപ്പം ഇവിടേക്ക് വരാനുള്ള വഴി നമുക്കറിയില്ല. നമ്മളെ ആരെങ്കിലും വിളിച്ച് ഇവിടേക്ക് എങ്ങനെയാണ് വരിക ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ എന്തല്ലാണ്ടാവാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ അടുത്തുള്ള ഇവിടുത്തെ ഇന്ന നാട്ടുകാരൻ ഇഷ്ടമുള്ളവരുടെ ഇതൊന്നും പറഞ്ഞു കൊടുത്തോളൂ വഴി. അപ്പം അദ്ദേഹം കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കും. അപ്പോൾ തെറ്റാതെ ആൾ ഇവിടെ എത്തും. അപ്പം നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, ശരിയല്ലേ ഇത്? അപ്പം സുഗ്രീവ തനിക്ക് എങ്ങനെയാണ് വഴി ഇത്ര ഇഷ്ടം ഉണ്ടായതാ ചോദിച്ചു. അപ്പോൾ സുഗ്രീവ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഒന്നും പറയണ്ട. അറിയോ, പണ്ട് എൻ്റെ ഏട്ടൻ എന്നെ ലോകം മുഴുവൻ ഓടിച്ച കാലത്ത് ഞാൻ ഈ ലോകം മുഴുവൻ എന്ത് ജാതി ഓട്ട ഓടിയത്, പരക്കം പാഞ്ഞ് എത്ര തവണ ഓടിയിട്ടുണ്ട്. അങ്ങനെ പരക്കം പാഞ്ഞ് ഓടുന്ന സമയത്താണ് ഞാൻ ഈ ബസ് സ്റ്റോപ്പൊക്കെ കണ്ടതെന്നും പറഞ്ഞത്. എല്ലാ പഴുതും വഴിയൊക്കെ അങ്ങനെ ഓടിപ്പായണ കാലത്ത് കണ്ടതാണ് എന്ന്. നമുക്ക് പാവം ഇല്ല. ഇപ്പോൾ സുഗ്രീവനൊരു കേൾക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടെങ്കിലും ആ ഓടിപ്പായുന്ന സമയത്തും വഴിയൊക്കെ ആര് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ വാനരശ്രേഷ്ഠനെ. അതല്ലേ പറഞ്ഞത്. അങ്ങനെ ഓരോ ദേശത്തും നടന്ന് ഞാൻ ഓടിപ്പാഞ്ഞ് നടക്കണ കാലത്താണ് ഇത് കണ്ടതേ. അതുകൊണ്ട് എന്തേ വേണ്ടു, ഞങ്ങൾ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം നന്നായി വാനരസേന സന്നാഹം പുറപ്പെടുന്ന സമയത്ത് വേറൊരു കഥയും കൂടി ഉണ്ടായി. അന്ന് ഈ നമ്മുടെ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടൊക്കെ ഓരോരുത്തർ പോകുന്ന സമയത്ത് എന്താ ചെയ്തു ആണെങ്കിൽ രാമൻ തെക്കോട്ട് പോണവരുടെ കൂട്ടത്തിൽ ചെന്നിട്ട് ഹനുമാനെ ഇങ്ങോട്ട് വിളിച്ചു. ഹനുമാനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? സീതാദേവിയെ കണ്ടാൽ നീ എന്ത് ചെയ്യണം? സീതയെ ആർക്കറിയില്ല, ഹനുമാനും അറിയില്ല, വാനരന്മാർക്കാർക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടു വെച്ചാൽ സീതയെ കണ്ട് അനേനത്വം ഹരിശ്രേഷ്ഠ ചിഹ്നേന ജനകാത്മജ മത്സകാശാത് അനുപ്രാപ്തം അനുദിഗ്നം അനുപശ്യതി. എൻ്റെ അടുത്തുനിന്ന് വന്ന ആളാണ് ഉണ്ണി എന്ന് സീതയെ അറിയിക്കാനായിട്ട് ഈ അടയാളം കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മോതിര ആർക്ക് കൊടുത്തു? ഹനുമാൻ്റെ കയ്യിൽ. കുറേ വാനരന്മാർ അവിടെ ഉണ്ട്, ആരുടെയും കയ്യിൽ കൊടുത്തില്ല. വടക്കോട്ടും പടിഞ്ഞാട്ടും കിഴക്കോട്ടും പോയവരൊക്കെ ഉണ്ട്, അവരുടെയും കയ്യിൽ കൊടുത്തില്ല. ആരുടെ കയ്യിലാണ് കൊടുത്തത്? തെക്കോട്ട് പോന്നേ ഈ ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഹനുമാനോട് പറയുകയും ചെയ്തു, ഹനുമാനെ എന്താണ്? അതിബല ബലമാശ്രിതസ്തവാഹം ഹരിവര വിക്രമ വിക്രമൈരനൽപൈ പവനസുത യഥാധിഗമ്യദേശ ജനകസുത ഹനുമാൻ തഥാ കുരുഷ്വ. എന്താ പറഞ്ഞത്? എന്താ അതിബല, അങ്ങനെ നീ വലിയ ബലവാനാണ്. അതിബല ബലമാശ്രിതസ്തവാഹം, നിന്റെ ബലത്തെ ആശ്രയിച്ചിട്ടാണ് ഹരിവര വിക്രമ വിക്രമൈരനൽപൈ, നീ വലിയ പരാക്രമശാലിയായ നിന്റെ മഹാപരാക്രമശാലിത്വം കൊണ്ട് പവനസുതാം യഥാധിഗമ്യതേസ ജനകസുത, ആ ജനകസുതയെ എങ്ങനെയാണോ നീ കണ്ട് മനസ്സിലാക്കുന്നത്? ആ കാണുന്ന സമയത്ത് ഇത് കൊടുക്കാനും എന്നിട്ട് കണ്ടറിയാനും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആളെ മനസ്സിലാക്കാനും എളുപ്പത്തിന് ഹനുമാൻ തഥാ കുരുഷ്വ, ഹനുമാനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു. എല്ലാവരും ശതബലി അങ്ങോട്ട്, തെക്കോട്ടുള്ളവരെ ഇങ്ങോട്ട്, എല്ലാവരും അതാത് ദിക്കിലേക്ക് പോയി. ഇവരെല്ലാവരും പോയ സമയത്ത് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് എല്ലാവരും പോയപ്പോഴാണ് എന്താണ്ടായത്? ഇദ്ദേഹം ഈ വാനരന്മാർ എല്ലാവരും പോയി, സുഗ്രീവനും രാമനും മാത്രമേ ഉള്ളൂ. വാനരന്മാർ പോയി ഇവരിങ്ങനെ പല ദിക്കിലും അന്വേഷിച്ച് പോന്ന് പിന്നെ ഈ പോയവരൊക്കെ വടക്കോട്ട് പോയവരോ പടിഞ്ഞാട്ട് പോയവരോ കിഴക്കോട്ട് പോയവരൊക്കെ എന്ത് ചെയ്തു? കുറേ കാലം അന്വേഷിച്ച് നടന്ന അവിടെ ഒന്നും സീതയില്ല പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ സുഗ്രീവൻ്റെ അടുത്തേക്ക് വരികയും ചെയ്തു. പക്ഷേ തെക്കോട്ട് പോയവരെ കുറിച്ചൊരു വിവരവും ഇല്ല. തെക്കോട്ട് പോയവർ കുറേ കാലമായി പോയിട്ടേ. തെക്കോട്ട് പോയവരാരൊക്കെ ഉണ്ട്? ഹനുമാൻ, അതാണ് ഹനുമാനുണ്ട്,
ജാമ്പവാനുണ്ട്, അങ്കദൻ, നളൻ, നീലൻ, ഗവയൻ, ഗവാക്ഷൻ, മൈന്ദൻ, വിവിധൻ എന്നൊക്കെ പറഞ്ഞ് കുറേ വാനരന്മാരുണ്ട്. ഇവരാരും തിരിച്ചു വന്നിട്ടില്ലേ? എന്തല്ലേ അവരൊക്കെ പോയിട്ട് അവർ രൂപം കിട്ടണില്ലേ? അവരിങ്ങനെ പോകുന്നു, പല ദിക്കിലും സഞ്ചരിച്ച് പോകുന്നു. ഇവരിങ്ങനെ തെക്കോട്ട് പോണവരിങ്ങനെ പോണ സമയത്ത് തമാപതന്തം സഹസാ ബാലിപുത്രോങ്കദസ്തദാരാവണോയമിതി ജ്ഞാത്വാ താലേനാഭിജഘാനഃ. ഇവരിങ്ങനെ എല്ലാവരും കൂടി കൂട്ടം കൂട്ടമായിട്ട് തെക്കോട്ട് പോകുമ്പം കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇവരെ കണ്ടപ്പോൾ ഏതോ ഒരു അസുരൻ, ഒരു രാക്ഷസൻ ഇറങ്ങി ഓടി. രാക്ഷസൻ ഇറങ്ങി ഓടിയ സമയത്ത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ, ആ ബാലിയുടെ മകൻ അങ്കദനില്ലേ, അങ്കദൻ ഇവരെ ഇങ്ങോട്ട് പിടിച്ചിട്ട് എടാ നീയാടാ രാവണൻ, രാവണൻ പട്ടക്കാവൻ രണ്ടെണ്ണം പൊട്ടിച്ചു വരെ. ആ രാക്ഷസൻ പറഞ്ഞു ഞാനല്ലോ എന്നും പറഞ്ഞു ഓടി. എന്നാ എൻ്റെ മാതിരി ഉണ്ടല്ലോ രാവണൻ, പട്ടക്കാരൻ രണ്ടെണ്ണം കൂടി പൊട്ടിച്ചു. അങ്ങനെ പറഞ്ഞതിൻ്റെ എന്തിനാണെന്നറിയൂ, ഉശിരജ്ജാതി ഉശിരാണെന്ന്. എന്ത് അപ്പം അവരൊക്കെ രാവണനെ മുമ്പിൽ കിട്ടിയാലേ കഷ്ണാക്കും, അജാതി വീരന്മാരാണ്. അതുകൊണ്ട് സ ബാലിപുത്രാഭിഹതോ, ഇവനാണെന്ന് ഈ അടി കിട്ടിയവൻ ബാലിപുത്രൻ അങ്കദൻ്റെ അടി കിട്ടിയിട്ട് ചോര ഛർദ്ദിച്ച് അവിടെ വീണു എന്നാ പറഞ്ഞത്. പിന്നെ അവനെ വേറെ ആരാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. എന്താ കാരണം, അത്രയ്ക്ക് അടി അങ്ങോട്ട് കിട്ടിയിട്ടേ ചമ്മന്തി ആയിപ്പോയി, അങ്ങനെ വീഴ്ത്തി. പക്ഷെ അവരത്രയ്ക്ക് ഉത്സാഹിച്ച് പോവുകയാണേ. ഇവരിങ്ങനെ പോണ സമയത്ത് കുറേ പല ദേശങ്ങളിൽ അന്വേഷിച്ചു. സുഗ്രീവ് അപ്പോൾ ഇവരന്വേഷിച്ച് ആരെ കാണാനില്ല, സീതയെ കാണാനുമില്ല. മാസപ്പൊന്നാവുകയ്യേ. തിരിച്ചു ചെന്നാലോ സുഗ്രീവനാണെങ്കിൽ എങ്ങനെയല്ലോ സുഗ്രീവശ്ചുഗ്രശാസന, സുഗ്രീവനാണെങ്കിലോ ഉഗ്രശാസനൻ. എന്താ ഉഗ്രശാസനം പറഞ്ഞത് നമ്മളാണ്ട് പറയില്ലേ സുഗ്രീവാജ്ഞ. എന്താ സുഗ്രീവാജ്ഞ ചർച്ച എന്താ? ഒരു മാസം കൊണ്ട് വന്നോളണം എന്ന് പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് വന്നോളണം. അത് ഒരു ദിവസം തെറ്റിയാൽ പിന്നെ വരേണ്ടതായിട്ട് വരില്ല, അവിടെ തന്നെ മതിയാവും. എന്താ കാരണം, കൊല്ലും. സുഗ്രീവൻ അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല കൃത്യതയുള്ള ആളാണ്. അതുകൊണ്ട് അവശ്യം ക്രിയമാണസ്യ ദൃശ്യതേ കർമ്മണ ഫലം അലം നിർവേദമാഗമ്യ നഹിനോ മീലനം ക്ഷമം. അതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി വേണ്ടത് വേണ്ട മാതിരി ചെയ്തില്ല അപ്പം എന്താ ഉണ്ടാവുക എന്നറിയൂ. എന്തായാലും സുഗ്രീവനെ ഒന്ന് പേടിക്കണം, തിരിച്ചു വന്നാൽ നമുക്ക് ജീവിതം ഉണ്ടാവില്ല. അവരങ്ങനെ പോകുന്ന കഷ്ടത്തിലായി നടന്ന് പോകുന്നു, കുറേ അന്വേഷിച്ച് പോകുന്ന കുറച്ച് കഴിഞ്ഞപ്പം നടന്നേ വയ്യണ്ടേ, വെയിലും കൊണ്ട് നടന്നിട്ടേ കുറേ അങ്ങ് മുമ്പിലേക്ക് പോകുന്നപ്പോൾ ക്ഷീണിച്ച് വശം കെട്ടിട്ട് അവർ എന്താ ചെയ്യണ്ടോ നിശല്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പം ദാഹിച്ചിട്ട് വയ്യ, വെയിൽ കൊണ്ട് തളർന്നിരിക്കണോ, ആരോടാ ചോദിക്കുന്നത്, വഴിയും അത്രയ്ക്ക് പരിചയമൊന്നുമില്ലല്ലോ. അവർ ക്ലേശിച്ച് അങ്ങനെ ഒരു മരത്തിൻ്റെ അടുത്ത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് അരയന്നങ്ങൾ പക്ഷികൾ ഇങ്ങനെ പറന്ന് പോണു. അവർ ചിറകടിക്കുമ്പോൾ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീണു എവിടെ, ഇവരുടെ ദേഹത്തെ. അപ്പോൾ ഇവർക്ക് മനസ്സിലായി, എന്താ മനസ്സിലായി, ഇവിടെ എവിടെയോ വെള്ളമുള്ള സ്ഥലമുണ്ട്. അതാണല്ലോ പക്ഷികൾ വെള്ളത്തിൽ നിന്ന് പോവുമല്ലേ. അന്വേഷിച്ച് അവർ ചെന്നെത്തിപ്പെട്ടത് എവിടെയെന്നറിയോ, ഒരു ഗുഹയുടെ മുമ്പിലാണ് എത്തിപ്പെട്ടത്. ഈ ഗുഹയുടെ മുമ്പിൽ എത്തിപ്പെട്ടോ അമ്പോ ഒന്നും പറയണ്ട. പണ്ട് മയാസുരൻ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വലിയ കേമായ ഒരു ഇതുണ്ടല്ലോ, അവൻ്റെ ഉള്ളിലേക്കാണ് കയറി ചെന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നവർ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ആരെയെ കണ്ടു, അതിൻ്റെ ഉള്ളിൽ ഒരു താപസ സ്ത്രീയെ കണ്ടു. സ്വയംപ്രഭ എന്നാ പേര്, സ്വയംപ്രഭയെ കണ്ടു. അപ്പോൾ സ്വയംപ്രഭയെ കണ്ടപ്പോൾ അവരിങ്ങനെ പറഞ്ഞു ഞങ്ങളിങ്ങനെ രാമൻ്റെ കാര്യം അന്വേഷിക്കാൻ വന്ന ആളുകളാണ്. സ്വയംപ്രഭയ്ക്ക് വലിയ സന്തോഷമായി. സ്വയംപ്രഭ എന്താ വെച്ചാൽ കുറേ കാലമായിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കണേ. അപ്പോൾ സ്വയംപ്രഭ പറഞ്ഞു എല്ലാവരും എന്ത് ചെയ്തോളൂ, ഈ ഗുഹയുടെ ഉള്ളിലേക്ക് വന്നവരൊക്കെ കണ്ണടച്ച് വന്ന് ഉള്ളിലേക്ക് കയറി വന്നു. ഇവരിങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ച് മുരുണ്ട് മറിഞ്ഞൊക്കെ ഗുഹയുടെ ഉള്ളിൽ കയറി ഉള്ളിലെത്തി. അപ്പോൾ രാമൻ്റെ കാര്യത്തിന് വന്നതാണെന്ന് പറഞ്ഞ സ്വയംപ്രഭ സന്തോഷമായിട്ട് തനിക്കിപ്പോൾ എന്താ ഉണ്ടായത്, ശാപമോക്ഷായില്ലോ, വൈകുണ്ഠത്തേക്ക് പോകാനുള്ള കാര്യമായില്ലോ എന്നും വിചാരിച്ചിട്ട് വിസ്മിതാ ഹരയസ്തത്ര വ്യവതിഷ്ഠന്ത സർവശ പപ്രച്ഛ ഹനുമാൻ സത്ര കാസിത്വം കസ്യവാബിലം. അങ്ങനെ അവർ ചോദിച്ചു പരിചയപ്പെട്ടിട്ടാണ് ഞാൻ ആരാണ് ഈ സ്വയംപ്രഭയാണെന്നൊക്കെ ആ സ്ത്രീ പറഞ്ഞത്. അപ്പം അവരവിടുന്ന് ഈ സ്വയംപ്രഭയുടെ അടുത്തുനിന്ന് വർത്തമാനമൊക്കെ മനസ്സിലാക്കിയപ്പോൾ ദാഹമുണ്ട് ക്ഷീണമുണ്ടെന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു, ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് കണ്ണടച്ചോളം ഉള്ളിൽ ഗുഹയുടെ ഉള്ളിൽ ഒരു ദിക്കിൽ ചെന്നപ്പോൾ തടാകവും പഴങ്ങളൊക്കെ ധാരാളം ഉണ്ടായി. ഇവർ നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് സന്തോഷമായിട്ടിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുകയും ചെയ്തു, അല്ലെങ്കിൽ സ്വയംപ്രഭ പറഞ്ഞു, ഞാൻ ഹേമ എന്ന് പറഞ്ഞ പണ്ടൊരു അപ്സരസ്ത്രീ ഉണ്ടായിരുന്നു, ആ അപ്സരസ്ത്രീയുടെ പിന്നെ സുഹൃത്താണ് ഞാൻ. അപ്പോൾ ഹേമ പോയി, അപ്പോൾ അവളെ കാത്തിരിക്കുകയാണ്, ഞാനും പോകാനായിട്ടിരിക്കുകയാണ്. ഏതായാലും രാമനെയും ലക്ഷ്മണനെയും ഒക്കെ കണ്ടത് നന്നായി എന്ന് പറഞ്ഞ് അവർ വാനരന്മാർക്ക്, രാമൻ്റെ കാര്യത്തിന് വന്ന വാനരന്മാർക്ക് വേണ്ട സഹായം ചെയ്തതിൻ്റെ ശേഷം അവരനുഗ്രഹിച്ചു. സ്വയംപ്രഭ എന്ത് ചെയ്തു, സന്തോഷമായിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ അവർ സ്വയംപ്രഭയെ കണ്ട് ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്ന് പോന്നു. അങ്ങനെ വീണ്ടും സഞ്ചരിച്ച് പോകുന്നു. എന്ത് കുറേ ഇങ്ങോട്ട് പോകുന്നു. കുറേ പോന്നിട്ടൊന്നും ഒരു വിവരമില്ല, സീതയെക്കുറിച്ചൊന്നും ഒരു കഥയും വിവരമൊന്നും കിട്ടണില്ലേ. അവരെന്താ ചെയ്തു വെച്ചാൽ പോകുന്ന അപ്പോൾ അവസാനം പടിഞ്ഞാറേ കര, സമുദ്രത്തിൻ്റെ കരയിൽ, തെക്കേ കരയിൽ കടൽക്കരയിലെത്തിയിട്ട് അവരെന്ത് ചെയ്തു, കടലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പം അപ്പോൾ അവർക്ക് മനസ്സിലായത് എന്ത് ചെയ്യാൻ ഈ കടലിലേക്ക്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് എവിടേക്കും പോകാനൊരു
ഒരു പഴുതും ഒരു നിവൃത്തിയും കാണാനുമില്ല. അവർക്ക് മനസ്സിലായി എന്തായാലും സമയം കഴിയാറായി, ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ എന്തുണ്ടാവും, സുഗ്രീവൻ്റെ കൈകൊണ്ട് ചാവേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇരുന്ന് സുഗ്രീവൻ്റെ കൈകൊണ്ട് മരിക്കണേക്കാൾ ഭേദം ഇവിടെ ഇരുന്ന് മരിക്കുകയല്ലേ എന്നല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഉപവാസം നടത്തി ഇവിടെ കിടക്കാം, എന്നിട്ട് ഇങ്ങനെ മരിച്ചങ്ങോട്ട് പോവുക, ജപിച്ചും നമസ്കരിച്ചും മരിക്കുക എന്നും പറയാം. അങ്ങനെ ഇവർ ഈ കാട്ടിൻ്റെ നടുക്കുന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ പോകുന്ന കടലിൻ്റെ കരയിൽ വന്ന് ഈ ഭയപ്പെടുത്തുന്ന കടലിൻ്റെ ആ ഭീമാകാരമായ തിരമാലകളൊക്കെ കണ്ട് പേടിച്ച് നമ്മുടെ കാലം കഴിഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ ആ കടലിൻ്റെ കരയിൽ ദർഭ വിരിച്ച് അവിടെ കിടന്നു. ഈ ദർഭ വിരിച്ച് അവിടെ കിടക്കുന്ന സമയത്ത് അങ്കദനൊക്കെ പറയുകയും ചെയ്തു, എന്തായാലും നിങ്ങളൊക്കെ ചിലപ്പോൾ പോയി നിങ്ങളെ കൊല്ലാണ്ട കളിയായിരിക്കും, ഞാൻ പോയി എന്തായാലും എന്നെ 2 കഷ്ണാക്കൊന്നും പറഞ്ഞു. എന്താ കാരണം? അതങ്ങനെയാണ്, പണ്ടേ അച്ഛനും അങ്ങനെയൊക്കെ തർക്കമുണ്ടല്ലോ ഇവർ തമ്മിൽ. അപ്പം അതുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിരിക്കുന്ന സമയത്ത് അങ്കദനെയൊക്കെ എല്ലാവരും കൂടി പറഞ്ഞ് രൂപപ്പെടുത്തി. അപ്പോൾ വാനരന്മാർ തീർച്ചയായും നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ മരിക്കാം, എല്ലാവരും വന്നോളൂ. ദർഭ വിരിച്ചവരെല്ലാവരും കൂടി കടലിൻ്റെ കരയിൽ കിടന്ന് മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇവരിങ്ങനെ മരിക്കാനായിട്ട് കിടക്കുന്ന സമയത്ത് അവരിങ്ങനെ എന്ത് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു, എന്ത് മരിക്കുമ്പോൾ രാമനാമം, രാമസ്യ വനവാസം രാമൻ്റെ വനവാസം ക്ഷയം ദശരഥസ്യ ദശരഥൻ മരിച്ചുപോയതും ജനസ്ഥാനവധം ചെയ്വ ജടായുഷ ജനസ്ഥാനത്ത് വന്നു. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയി. പാവ പക്ഷിയൊക്കെ എത്ര വലിയ ശ്രേഷ്ഠനാണ് ജടായു പക്ഷി. ജടായുവിനൊക്കെ എങ്ങനെ സദ്ഗതി ഉണ്ടായില്ല, എന്തോ ഒരു നല്ല ജീവനാണത്. ആര് പറഞ്ഞു? വാനരന്മാര് രാമനെ കണ്ട അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് അനുഗ്രഹം കിട്ടിയിട്ടാണ് ആര് മരിച്ചുപോയത്? പക്ഷി. നമ്മളൊക്കെയോ, നമ്മളിവിടെ കിടന്ന് ഈ മണലിൽ കിടന്ന് ചത്തുപോവാനല്ലേ യോഗം. എൻ്റെ ജടായിയോ എന്നെ പോലെ ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ പറഞ്ഞവരിങ്ങനെ സങ്കടപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇവരിതിങ്ങനെ പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞ സമയത്ത് ഇവർ കിടക്കണതിൻ്റെ അപ്പുറത്തൊരു പർവ്വതത്തിൻ്റെ അപ്പുറത്തൊരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് വേറൊരു കഴുകൻ എന്തിങ്ങനെ കേളക്കണമുണ്ട്. ഏത്? ഇവർ പറയുന്ന വർത്തമാനം. അപ്പം കഴുകൻ എന്ത് ചെയ്തു? ജനാല തുറന്ന് ചെവി ജനാലയുടെ പുറത്തേക്ക് വെച്ചു കൊടുത്തു. എന്തിന്? നല്ലോണം കേൾക്കാനേ. എന്താ പറയുന്നത്? ജടായു എന്തൊരു ഭാഗ്യവാനാണ്, അവൻ്റെ ഒരു ഗതി സദ്ഗതി രാമൻ്റെ കൈകൊണ്ട് ഉണ്ടായില്ലേ, നമ്മുടെ ദുർഗതി നോക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ മെല്ലെ 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 ആദ്യം തന്നെ ഈ പക്ഷി വലിയ കഴുകണ്ടല്ലോ, ഈ കഴുകൻ ജനാലയെ കൂടി കണ്ടപ്പോൾ നോക്കിയപ്പോൾ ഇവരെ കണ്ടതാണ്. ആരെയും? ഈ വാനരന്മാരെ കണ്ടതാണേ. അപ്പോൾ ഇവരിങ്ങനെ പറയുന്നത് കേട്ടു, നമ്മൾ പ്രായോപവേശം കൊണ്ടിരിക്കുക, ചത്തു പോവാച്ച ചത്തു പോട്ടെ എന്ന്. അപ്പോൾ ഈ പക്ഷി വിചാരിച്ചു, നന്നായി, അതെന്താ എനിക്ക് അച്ഛ ഇങ്ങനെ ചിറകില്ലാണ്ട് ഇരിക്കുകയാണ് ഇനിയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം എന്തായാലും പോയി റേഷൻ കടയിൽ പോയിട്ടൊന്നും വാങ്ങാൻ പറ്റില്ല, കിറ്റ് കൊണ്ടുവന്നാൽ തന്നെ എന്ത് പറ്റുള്ളൂ? എന്നിട്ട് ആരെങ്കിലും കിറ്റായിട്ട് കൊണ്ടുവന്നാലേ നമുക്ക് വല്ലതും കിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഇതാ കുറേ എണ്ണം വന്ന് കിടക്കണു. ഓരോന്നിങ്ങനെ ചത്താൽ എന്ത് ചെയ്യാം? ഓരോ ദിവസം ഓരോന്നിനെ പിടിച്ച് തിന്നാലോ. നന്നായി, നല്ല കാര്യം. അവിടുന്ന് ഒക്കെ കൂടി ലോറിയിൽ കൊണ്ടുപോയി ഇറക്കിയ മാതിരി കുറേ ഉണ്ട്. ഇത് വലിയ വലിയ വാനരന്മാർ. സന്തോഷമായി. ആർക്ക് സന്തോഷമായി? ഈ പക്ഷിക്ക്. ഈ പക്ഷിയുടെ പേര് സമ്പാദി എന്നാണ്. സമ്പാദി. അപ്പോൾ ഈ സമ്പാദി ഇവരെ തിന്നാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ജടായുവിൻ്റെ കാര്യമൊക്കെ ആര് പറയുന്നത്? ഇവർ പറയുന്നത്. അപ്പോൾ ഈ ഭക്ഷണമായി എന്ന് കണക്ക് കൂട്ടിയവർ വലിയൊരു നല്ല വർത്തമാനം പറയുന്നത് കേട്ടാൽ പക്ഷി മെല്ലെ അവിടുന്ന് ഇറങ്ങി വന്നു. ഈ പക്ഷി ഇറങ്ങി വരുന്നത് കണ്ട വാനരന്മാർ പറഞ്ഞു, തീരുമാനമായി എന്നും പറഞ്ഞു. ഇത് നമ്മളാര് പിടിച്ച് തിന്നും? ഈ ദുഷ്ടൻ പക്ഷി തിന്നില്ലേ? കഷ്ടം, എന്താ അല്ലേ പറയുക, എന്തോ ഒരു ദുരിതാണ്. ഇതൊക്കെ നമ്മുടെ മറ്റേ പക്ഷിയൊക്കെ എങ്ങനെയാണ് രാവണനെ ഒക്കെ തീർത്ത് രാമനെ സഹായിച്ച് നല്ലൊരു മഹിമയിലാണ് ആര് മരിച്ചു പോയത്? നമ്മുടെ ആ പക്ഷി ശ്രേഷ്ഠൻ മരിച്ചു പോയത്. നമ്മളാണെങ്കിലോ ഈ കാട്ടാള പക്ഷിയുടെ വായിൽ പെട്ട് ചത്തുപോവാനല്ലേ യോഗം. ആര് നിലവിളിച്ചു? വാനരന്മാര്. അപ്പം ഇത് കേട്ടപ്പം നമ്മുടെ ഈ സമ്പാദി കുറച്ചും കൂടി അടുത്തേക്ക് വന്നു. സമ്പാദിക്ക് ചെവി കുറച്ച് മെല്ലെന്ന് തോന്നണത്. എന്ത് പ്രായമായതുകൊണ്ടാവും. കണ്ണടയൊക്കെ എടുത്ത് നേരെ വെച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെ. അപ്പം രാമൻ്റെ കാര്യം, തൻ്റെ ജടായുവിൻ്റെ കാര്യമൊക്കെ കേട്ടപ്പോളേ ആരാ ഈ പറയണത്? ഈ വർത്തമാനം അനിയൻ്റെ വർത്തമാനം ആരാ പറയണത്? അവർ ചിന്തിച്ചു. സമ്പാദി ഇങ്ങോട്ട് വന്നിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താരേ ഈ സമ്പാദിയുടെ വർത്തമാനം, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവണമെന്ന് പറയൂ, കേൾക്കട്ടെ. അപ്പം പറഞ്ഞു, നീ എന്നെപ്പോലെ ദുഷ്ടനായ കാട്ടാളനല്ല ആ പക്ഷി. രാമൻ്റെ കാര്യത്തിന് വേണ്ടി സിദ്ധി കൂടിയ പക്ഷിയാണ് നീ. ദുഷ്ടൻ, ഞങ്ങളെ പിടിച്ച് തിന്നാൻ നിൽക്കല്ലേ ദുഷ്ട. ആര് ചോദിച്ചു? വാനരന്മാർ ചോദിച്ചു. അല്ല, ഞാൻ പിടിച്ചു തിന്ന കാര്യമല്ലേ, എനിക്ക് സന്തോഷമായി നിങ്ങളെ കണ്ടപ്പോളേ. എൻ്റെ അനിയൻ്റെ വർത്തമാനം ഒന്ന് പറയൂ നിങ്ങൾ, ഞാനൊന്ന് കേൾക്കട്ടെ, എന്താ ഉണ്ടായത് ചോദിച്ചു. അപ്പം അനിയൻ അതാരെ ചോദിച്ചു? എൻ്റെ അനിയനാണ് ജടായു. ഇന്നെങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? ഒന്നും പറയണ്ട, അതെന്താന്ന് വെച്ചിട്ടുണ്ടോ, പണ്ട് ഞാൻ എൻ്റെ അനിയനും കൂടി ഇരിക്കണ കാലത്ത് കുട്ടിക്കാലത്ത് ഇരിക്കുക എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ദിവസം തർക്കം വന്നു ഞങ്ങൾ തമ്മിൽ. തർക്കച്ചാൽ ആരാ അധികം ഉയരത്തിൽ പറക്കുക? തർക്കം ഏട്ടനാണോ
അനിയനാണോ എന്ന്. ഞങ്ങൾ മത്സരിക്കാൻ പുറപ്പെട്ടു പറന്ന് അങ്ങടെ ആകാശത്തേക്ക് പൊന്തി അങ്ങോട്ട് എത്തിയപ്പം നോക്കൂ, എൻ്റെ അനിയനാണെങ്കിലേ മുമ്പിലാണ് പറക്കണത്. ഇവന് കുറച്ച് ഉശിര് കൂടുതലാവണ്ടേ. ഇവൻ ഓടി സൂര്യൻ്റെ അടുത്തെത്താറായപ്പം അനിയൻ്റെ ചിറകിന് തീപിടിച്ചു. അനിയൻ്റെ ചിറകിന് തീപിടിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് എന്തേണ്ടായിന്നറിയൂ, തീപിടിച്ച അയ്യോ അനിയന് പരിക്ക് പറ്റിയില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ അനിയനെ തൻ്റെ ചിറകിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചു. അങ്ങനെ അനിയനെ പരിക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു. എൻ്റെ ചിറക് രണ്ടും കരിഞ്ഞില്ലാതെയായി. ഞാനാണെങ്കിലോ ഭൂമിയിൽ വന്ന് വീഴുകയും ചെയ്തു. ഇപ്പം അതാ അവിടെ ഈ കുന്നിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ കഴിച്ചു കൂട്ടുകയാണ്. ചിറകുമില്ല, ഒന്നുമില്ല. ചിറകില്ലാതെ എങ്ങനെ ജീവിക്കും? പക്ഷികൾക്ക് ആശ്രയം. അങ്ങനെയല്ലേ? പക്ഷികൾക്ക് പക്ഷം ചിറകുണ്ടാവുകൊണ്ടാണ് പക്ഷി എന്ന് പേരെന്നെ ഉണ്ടായത്. അപ്പം അതുകൊണ്ട് പക്ഷികൾക്ക് ചിറകില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ആയതേ. അതുകൊണ്ട് കഷ്ടം. നിങ്ങൾ എൻ്റെ അനിയൻ്റെ അല്ലേ, അങ്ങനെയുള്ള അനിയനാണ്. ആ അനിയൻ ഇപ്പം എവിടെയാണെന്ന് ഞാൻ അങ്ങനെ എത്ര കാലമായി അന്വേഷിക്കണു. ഞാൻ ഇവിടെ വീണതിൻ്റെ ശേഷം എനിക്ക് എങ്ങോട്ടും പോകാൻ പറ്റാണ്ട് ഈ അനിയൻ എവിടേക്കോ പറന്നുപോയി. അങ്ങനെ കഷ്ടത്തിലായി അനിയനെയും കാത്തിരിക്കുകയാണേ. അപ്പോഴല്ലേ ഇപ്പം നിങ്ങളെ ഞാൻ കണ്ടത്, സന്തോഷമായി. അപ്പോൾ ചോദിച്ചു, നിങ്ങളെ ഞാൻ തിന്നൊന്നുമില്ല, നിങ്ങൾ രാമൻ്റെ കാര്യത്തിൽ അനിയൻ്റെ കാര്യം പറയൂ കേൾക്കട്ടെ. അപ്പം അനിയൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ജടായു ഉണ്ടായതും രാമനെ കണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സമ്പാദിക്ക് വലിയ സന്തോഷമായി. സമ്പാദിക്ക് പണ്ടൊരു മുനി ഇങ്ങനെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. രാമൻ്റെ കാര്യം പറയാനായിട്ടും അന്വേഷിക്കാനായിട്ടും ചിലർ വരും. അപ്പം അവർക്ക് വേണ്ട വിവരം കൊടുക്കുമ്പം എൻ്റെ ചിറക് പണ്ടത്തെ മാതിരി മുളയ്ക്കുമെന്ന്. നിങ്ങൾക്ക് ഞാനൊരു വിവരം തരാം. എന്താ വെച്ചാൽ സീത എവിടേക്കാണ് പോയി എന്നല്ലേ നിങ്ങൾ അന്വേഷിക്കുന്നത്. സീത പോയത് എവിടേക്കാണെന്നറിയോ? ഇവിടുന്ന് നേരെ തെക്കോട്ട് പോയാൽ രാവണൻ്റെ രാജധാനി ലങ്ക എന്ന് പറയും, കടലിൻ്റെ നിലയ്ക്ക്. ആ ലങ്കയിലാണ് ആരിയ്ക്കണത്? സീത. ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്നറിയോ? ഞങ്ങൾ ഈ കഴുകന്മാർക്ക് കണ്ണിന് നല്ല ശക്തിയാണ്. എനിക്ക് ഇവിടുന്ന് നോക്കി എന്ത് കാണാം? അവിടെ ഇരിക്കണേ സീതയുടെ കഥ കാണാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളൂ, സമുദ്രം മറികടന്ന് അപ്പുറത്ത് ചെന്ന് സീതയെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞു പോന്നോളൂ. സീത അപ്പുറത്തുണ്ട് എന്ന് സമ്പാദി പറഞ്ഞു. സമ്പാദി ഈ രാമകാര്യ സഹായത്തിന് ഈ വർത്തമാനം പറഞ്ഞപ്പോഴേക്ക് എന്ത് മുളച്ചു വന്നു? ചിറക് മുളച്ചു വന്നു. രാമൻ്റെ കാര്യത്തിന് വാനരന്മാർക്ക് സഹായം ചെയ്തതിൻ്റെ ശേഷം ഈ പക്ഷി പറന്ന് പോവുകയും ചെയ്തു. അനിയനെ വേണ്ട പിണ്ടക്രിയകളൊക്കെ ചെയ്തു കിട്ടും. അപ്പോൾ ആ അനിയൻ മരിച്ചു പോയില്ലേ രാവണൻ്റെ കാര്യത്താൽ, അതൊക്കെ ചെയ്ത് പക്ഷി പറന്ന് പോവുകയും ചെയ്തു. അപ്പോൾ ഇവർ വേഗം എന്ത് ചെയ്തു? പോന്ന് ഈ സമുദ്രത്തിൻ്റെ തീരത്തേക്ക് എത്തിപ്പെടുകയും ചെയ്തു. കടലിൻ്റെ കരയിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് കിടക്കണമല്ലോ. അപ്പോൾ കടലിൻ്റെ കരയിൽ അങ്ങോട്ട് കിടക്കുക എങ്ങനെയാണെന്ന് അറിയാണ്ട് അവിടെ ഇങ്ങനെ കഴിച്ചു കൂട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്താ വെച്ചാൽ ഈ സീത ഇങ്ങനെ അവിടെ സമുദ്രത്തിൻ്റെ നടുക്കുള്ള ദ്വീപിലുണ്ട് എന്നുള്ളൊരു ദൃക്സാക്ഷി വിവരണം ഇപ്പോൾ എവിടെ നിന്ന് കിട്ടിയത്? സമ്പാദിയാണ്. അതൊക്കെ ഈ കഴുകന്മാരുടെ കണ്ണിന് വലിയ കഴിവാട്ടു. അവർക്കത് കാണാൻ പറ്റും. നമ്മുടെ കണ്ണിൻ്റെ മാതിരി ഒന്നല്ല. എന്താ കഴുകൻ്റെ കണ്ണിന് നല്ല സൂക്ഷ്മത. അപ്പം ആകാശത്തിൽ കൂടിയൊക്കെ പറന്നു പോണ പരുന്തൊക്കെ ഇല്ലേ, എത്രയോ ഉയരത്തിൽ പറന്നു പോണ പരുന്തൊക്കെ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല. ഈ പരുന്തുകളൊക്കെ എന്ത് ചെയ്യും? ആകാശത്ത് എവിടെയോ പറന്നു പോവുകയാണെങ്കിലും ഭൂമിയിൽ കൂടി അരിച്ചു പോണ ചെറിയ പുഴുവിനെ കണ്ടാലും കൂടി അവരെന്ത് ചെയ്യും? താഴേക്ക് ഇറങ്ങി വന്ന് ആ പുഴുവിനെയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അത്ര ചെറിയ നിസാരമായ സംഗതി പോലും ആര് കാണുന്നുണ്ട്? പക്ഷികൾ കാണുന്നുണ്ട്. ഈ ചെറിയ പക്ഷികളുടെ കണ്ണ് നല്ല കാഴ്ചയാണ്. നമ്മുടെ കണ്ണ് പോലെ ഒന്നല്ല. നമ്മുടെ മുമ്പിൽ കൂടി വലിയൊരു ആന അങ്ങോട്ട് പോയി. നമ്മൾ ചോദിച്ചു എന്താ ഇപ്പൊ പോയത്? ഒരു കഥ കണ്ടിട്ടില്ലേ? വലിയ ആന പോയിട്ടാ ചോദിച്ചത്. ആനയും ആനക്കാരനും കൂടി പോകുമ്പോൾ ചോദിച്ചില്ലേ ഏതാ ആന ചോദിച്ചില്ലേ? കറുത്തത് ആന, മറ്റേ കറുത്തത് പാപ്പാനെന്നും പറഞ്ഞു. ഇത് ഏതാനാ ചോദിച്ചാൽ എവിടുത്തെ ആനാന്നാ ചോദിച്ചത്. കേട്ടാൻ വിചാരിച്ചു മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണെന്നാണ്. അപ്പം രണ്ടും നല്ല കൂട്ടാ കണ്ടില്ലേ? അപ്പം ഇവിടെ ഈ പക്ഷിയുടെ കണ്ണിൻ്റെ തീവ്രമായ ശക്തി കാരണം ഞാൻ ആരെ കണ്ടിട്ടുണ്ട്? സീതയെ കണ്ടിട്ടുണ്ട്. നല്ലൊരു തെളിവ് കിട്ടി. പക്ഷി പറന്നും പോയി. ഈ വാനരന്മാർ കടലിൻ്റെ കരയിൽ വന്നിരുന്ന് ചിന്തിച്ചു, എന്ത് ചെയ്യും? അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ പക്ഷി പറഞ്ഞ വിവരമല്ലാതെ കണ്ട് ആരെങ്കിലും പോയി കണ്ട് വിവരം അറിഞ്ഞോ? ഇല്ല. എന്താ ഒരു സൗകര്യം ഇപ്പം എന്താ അങ്ങോട്ട് കിടക്കാൻ ഇപ്പം എന്താ വഴി? എങ്ങനെ ചെയ്യും? എന്ത് ചെയ്യും? നിശ്ചയില്ലാതെ ഇവരിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് വിളിച്ചിരിക്കുന്ന സമയത്ത് സമുദ്രത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ എന്താ വിദ്യ എന്ന് ആലോചിക്കുമ്പോൾ വാനരന്മാരെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയൊരു മീറ്റിംഗ് കൂടി ചിന്തിച്ചു, എന്താ ഇപ്പം ചെയ്യുക? നമ്മൾ അങ്ങടെ ഇല്ലേ ഈ നിശാകരൻ എന്ന പേരായ മഹർഷിയാണ് ഈ പക്ഷിയെ അനുഗ്രഹിച്ചത്. എന്താണ്? ഈ രാമൻ്റെ കാര്യം പറഞ്ഞു കൊടുത്താൽ ചിറകൊക്കെ മുളച്ചു വരും, സഹായം ചെയ്താൽ മുളച്ചു വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച മഹർഷി നിശാകര മുനിയാണ്.
ഈ നിശാകര മുനിയുടെ അനുഗ്രഹം കൊണ്ട് പക്ഷി പറന്നു പോവുകയും ചെയ്തു. ഇവർ മീറ്റിംഗ് കൂടിയിട്ട് കടലിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എന്താ വിദ്യ എന്ന് ഇങ്ങനെ അന്വേഷിച്ചു. എന്താ വിദ്യ എന്ന് അന്വേഷിച്ച് ഇവർ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഓരോരുത്തരോടും പറഞ്ഞു. വാനരന്മാരിങ്ങനെ ചോദിച്ചു, എന്താ വെച്ചാൽ നമുക്ക് ചിന്തിക്കുക, ഓരോരുത്തരും അവനവനെ എത്ര കണ്ട് ശക്തി ഉണ്ട് എന്ന് പറയൂ. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് നല്ല ശക്തിയുള്ളവർ കണക്കാക്കിയിട്ട് അവനവൻ്റെ കഴിവുള്ളവർ എന്തൊക്കെ കഴിവ് ആർക്കൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞാൽ അതിനനുസരിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഓരോരുത്തർ എത്ര കണ്ട് ചാടാൻ പ്രാപ്തി ഉണ്ട് എന്ന് പറഞ്ഞു. നന്നായി എന്നും പറഞ്ഞു. ഒരു വാനരം പറഞ്ഞു, എനിക്കൊരു 2-2.5 മീറ്ററൊക്കെ ചാടാൻ പറ്റുമെന്നും പറഞ്ഞു. നന്നായി. മറ്റോ പറഞ്ഞു 3 മീറ്ററൊക്കെ ഞാൻ ചാടുന്നും പറഞ്ഞു. അപ്പോൾ അവനോട് പറഞ്ഞു അടുക്കളയിൽ പോയി ചാടിക്കോളാൻ പറഞ്ഞു. 4 മീറ്റർ ചാടണവർ 5 മീറ്റർ 6 മീറ്ററൊക്കെ അവനവൻ്റെ മുറ്റത്ത് ചാടാവുന്നതല്ലേ ഉള്ളൂ. അവിടെ സ്വന്തമായിട്ട് ചാടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്കദൻ എണീറ്റിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് ചാടാൻ പറ്റും, പക്ഷെ ഇങ്ങോട്ട് കഷ്ടിയാന്നും പറഞ്ഞു.